അർജുൻ, ഇന്ന് മാത്രമല്ല അടുത്ത ദിവസങ്ങളിലും ഓറഞ്ച് അലേർട്ടാണ് ആ മേഖലയിൽ നൽകിയിരിക്കുന്നത്. വിട്ടുവിട്ടുള്ള ശക്തമായ മഴയാണ് ഓറഞ്ച് അലേർട്ട് വരുമ്പോൾ സാധാരണ കിട്ടാറുള്ളത്. അതുകൂടി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്ലാൻ ബി ആലോചനയിലുണ്ടോ? തീർച്ചയായിട്ടും. അതായത് കേരളത്തിലെ എം കെ രാഘവൻ ഉൾപ്പെടെയുള്ള MLA-മാരുടെ സംഘവും ഉൾപ്പെടെ നേരത്തെ ആ മേഖലയിലേക്ക്, അതായത് തിരച്ചിൽ നടക്കുന്ന മേഖലയിലേക്ക് എത്തി ഏത് തരത്തിലുള്ള പ്ലാനുകളാണ്, ആക്ഷൻ പ്ലാനുകളാണ് ഇനി നടത്തേണ്ടത് എന്ന കാര്യത്തിൽ ഏകദേശം ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഉച്ചയോടുകൂടി ഇവിടത്തേക്ക് എത്തിച്ചേരുന്ന കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് കൂടി ഈ സ്ഥലത്തേക്ക് എത്തുന്നതോടുകൂടി അതിനകത്ത് ഒരു കൃത്യമായ തോതിലുള്ള ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ള കാര്യമാണ് നേരത്തെ MK രാഘവൻ MP ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. മന്ത്രി എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ ഈ പറയുന്ന രീതിയിൽ ഈ അങ്കോള മേഖലയിലെ ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും എല്ലാം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ആദ്യഘട്ടത്തിൽ നടത്തും. ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരത്തിലാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ ഒരു താല്പര്യം കൂടി മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതയും ആ മുഹമ്മദ് റിയാസിൻ്റെ നിർദ്ദേശവും എല്ലാം അനുസരിച്ചായിരിക്കും ഇനിയുള്ള രക്ഷാപ്രവർത്തനവും തിരച്ചിലുമെല്ലാം നടത്തുക. എന്തായാലും നിലവിലിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളതുപോലെ തന്നെ രണ്ട് രീതിയിലുള്ള പ്ലാനുകളാണ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്ലാൻ ബി എന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് ഇവിടത്തേക്ക് എത്തി ആ ചർച്ചയുടെ ഭാഗമായി ഉരുത്തിരിയുന്നതനുസരിച്ചിരിക്കും പ്ലാൻ ബിയുടെ പൂർത്തീകരണം. പ്ലാൻ എ എന്ന് പറയുന്നത് പ്രധാനമായും രണ്ടിടങ്ങളിൽ തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത്. അതായത് വാഹനം ട്രാക്ക് ചെയ്തിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ഡ്രോൺ പരിശോധനയിലും അതുപോലെ തന്നെ ഈ സിഗ്നലുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഈ ട്രക്കുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രദേശത്ത് ഈ നമ്മുടെ ബോട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന, അവിടെ നേവിയുടെ സംഘം ഡൈവ് ചെയ്ത് സ്കൂബ ടീം ഡൈവ് ചെയ്ത് ഈ ലോറിക്കടിയിലേക്ക് എത്താൻ വേണ്ടി കഴിയുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ലോറിയെ കണ്ടെത്തുക, അതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടി ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമതായി ഈ പറയുന്ന ലക്ഷ്മണൻ്റെ ചായക്കടയ്ക്ക് തൊട്ടു പുറകിലേക്ക് ഈ അർജുനും അതുപോലെ തന്നെ ആ ചായക്കടയിൽ ഉണ്ടായിരുന്നവരും പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ആ മേഖലയിലും തുടരുക. ഇത് രണ്ടും സമാന്തരമായി ഏതെങ്കിലും ഒന്ന് നിർത്തിവെച്ചുകൊണ്ട് മറ്റേതോ അല്ലെങ്കിൽ മറ്റേത് നിർത്തിവെച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുബഷിർ പി അക്ബറും ഷിരൂരിൽ നിന്ന് തുടരുന്നുണ്ട്. മുബഷിർ, നദിയിലെ വലിയ കുത്തൊഴുക്കാണ് പ്രതിസന്ധിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്നത്. ഇന്നും സാഹചര്യത്തിന് മാറ്റമില്ല എന്ന് മാത്രമല്ല, 6 നോട്ട്സിന് താഴേക്ക് ഒരിക്കൽ പോലും ഈ അടിയൊഴുക്കിന്റെ തീവ്രത മാറുന്നില്ല എന്നത് നേവി ഒരു വെല്ലുവിളിയായി കാണുകയാണോ? നേരത്തെ അവർ നടത്തിയ പരിശോധനയിൽ ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായി അവർ കാണുന്നത് എന്തൊക്കെയാണ്? സുജയ, ഇത്തരത്തിൽ വലിയ രീതിയിൽ മഴ പെയ്യുന്നതും ശക്തമായ കാറ്റും അതിനെ മറികടന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ സാധ്യമല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഇരു സേനകളും അത് ഒരുപോലെ വ്യക്തമാക്കിയിരുന്നു. വലിയ രീതിയിൽ പരിശീലനം ലഭിച്ച ആളുകളൊക്കെ തന്നെ അവരുടെ സംഘത്തിലുണ്ടെങ്കിലും പ്രകൃതി ഈ നിലയിൽ താണ്ഡവമാടുന്നത് രക്ഷാദൗത്യത്തിൽ വലിയ വെല്ലുവിളിയാണ്. പ്രകൃതി ഒന്ന് ഈ മഴയൊക്കെ തന്നെ ശ്രമിച്ചാൽ മാത്രമേ ഇത് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളത് അവർ തന്നെ വ്യക്തമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിർണായകമായ പല സിഗ്നലുകളും ലഭിച്ചത് കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിലായിരുന്നു. അതായത് ഈ പുഴയോട് ചേർന്ന ഭാഗത്ത് ലക്ഷ്മണന്റെ ചായക്കട സ്ഥിതി ചെയ്യുന്ന ഭാഗത്തും അതുപോലെ തന്നെ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗംഗാവലി പുഴയിൽ നിന്നും സിഗ്നൽ ലഭിച്ചതുൾപ്പെടെ ആ നിലയിൽ മഴയും കാറ്റുമൊക്കെ തന്നെ ശ്രമിച്ച സാഹചര്യത്തിൽ നടത്തിയ തിരച്ചിലായിരുന്നു. ഡ്രോൺ പരിശോധനകൾ ആ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള സിഗ്നലുകളും ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ, അവിടെ ഈ ട്രക്കിൻ്റെ അവശിഷ്ടം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട തിരച്ചിലും ബാക്കി 3 പേർ എവിടെയാണ് ഉള്ളത് എന്നതുമായി ബന്ധപ്പെട്ട തിരച്ചിലൊക്കെ തന്നെ നടത്തണമെങ്കിൽ ഇന്നലെ ഉണ്ടായ സമാനമായ സാഹചര്യം, മഴയൊക്കെ തന്നെ ശമിക്കുന്ന ഒരു സാഹചര്യം വേണമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇത് വിശേഷം വലിയ പ്രതിസന്ധിയായി മാറുന്നത് ഈ ഗംഗാവലിയിലെ തിരച്ചിലിനെ തന്നെയാണ്. ഗംഗാവലി പുഴയിൽ വലിയ രീതിയിൽ കുത്തൊഴുക്കുള്ളതാണ് ഈ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നത്. മുങ്ങൽ വിദഗ്ധർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ച് ബോട്ടുകളിൽ നാവികസേനയുടെ ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും മഴ കുറഞ്ഞാൽ മാത്രമേ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കൂ എന്നുള്ളതാണ്. നേരത്തെ ജില്ലാ കളക്ടർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു.
ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് നിലവിലെ സാഹചര്യത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഇപ്പോഴത്തെ ഈ ഒരു ശക്തമായ മഴയും കാറ്റൊക്കെ തന്നെ കുറയുമോ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദൗത്യ സംഘവും മുന്നോട്ട് പോകുന്നത്. അല്ലാത്ത പക്ഷം ഗംഗാവലിയിലെ തിരച്ചിൽ ഏറെ ദുഷ്കരമാകുമെന്നുള്ളതാണ്. മറുഭാഗത്തെ ലക്ഷ്മണന്റെ ചായക്കട ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും അവിടെ ആ നിലയിൽ അത്രത്തോളം അതിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം കൂടുതൽ സംവിധാനങ്ങൾ, ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള കൂടുതൽ സംവിധാനങ്ങൾ അവിടെ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. മണ്ണ് മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെ അവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ നിലയിൽ മഴ പെയ്യുന്നത് കൂടുതൽ ബാധിക്കുന്നത് ഗംഗാവലിയിലെ തിരച്ചിലിനെയാണ് എന്നുള്ളതാണ് അധികൃതരും ഒരുപോലെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇതിനെ മറികടന്നുകൊണ്ട് ഇത്തരത്തിലൊരു തിരച്ചിലിലേക്ക് ഇവർ കടക്കുക എന്നുള്ളതാണ് നമ്മളും നോക്കിക്കാണുന്നത്. ഒരു പക്ഷേ കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികളൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലിന് ഇവർക്ക് സാധ്യമാകുമോ എന്നുള്ളതാണ്. അതിന് കഴിയില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ അവരിൽ നിന്ന് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 ദിവസം നമ്മൾ തുടർച്ചയായി പൊതുസമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്തിക്കുന്നുണ്ട്. എന്തായാലും വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് കടന്നു പോകുന്ന മേഖലയാണ്. തീർച്ചയായും മാധ്യമങ്ങളെയും ദൃശ്യങ്ങളെടുത്തതിനു ശേഷം ഇവിടെ നിന്നും മാറാനാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഊർജിതമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഉദ്യോഗസ്ഥരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കനത്ത മഴ, ആ നിലയിലുള്ള പ്രതികൂലമായ സാഹചര്യം എങ്ങനെ മറികടക്കുമെന്നുള്ളതാണ് കാണേണ്ടത്. സുജയ. ശരി, മുബഷിർ പി അക്ബറാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. കർണാടക പോലീസ് അതുവഴി കടന്നു പോകുന്നത് നമുക്ക് കാണാം. അർജുൻ കല്യാട് ഇപ്പോൾ മണ്ണിടിച്ചിലിൽ 11 ദിവസമായി എവിടെയാണ് അർജുൻ ഉള്ളത് എന്നറിയാതെ ഉള്ള ഒരു തെരച്ചിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുനെ കണ്ടെത്താനുള്ള ഒരു സാധ്യത തേടി ഇപ്പോൾ SP പറയുന്നത് കടയിരുന്ന ഭാഗത്ത് ഒരുപക്ഷെ ഉണ്ടാകാം, അല്ലെങ്കിൽ കടയിൽ വന്നിട്ടുണ്ടാകാം. അങ്ങനെ ഒരു സാധ്യത പോലും അവർ വിട്ടുകളയുന്നില്ല. എല്ലായിടത്തും ഒരേ സമയമുള്ള തെരച്ചിലാണ് ഈ 11ാം ദിവസമാകുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഗാവലി പുഴയിലെ ശക്തമായ ഒഴുക്കാണ് ദൗത്യത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത്. നോക്കൂ, ഗംഗാവലി നദി ഇപ്പോൾ ആർത്തലച്ചൊഴുകുകയാണ്. ഓറഞ്ച് അലർട്ട് ആയതിനാൽ വീണ്ടും മഴ പെയ്യുന്നു. ആ വെള്ളമെല്ലാം വീണ്ടും നദിയിലേക്ക് എത്തുന്നു. നേരത്തെ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗത്ത് തന്നെ ഈ വസ്തുക്കൾ, ട്രക്കടക്കമുള്ളവ കിടക്കുന്നുണ്ട് എന്നത് സോണാർ പരിശോധനയിലൂടെ ഇന്ന് വീണ്ടും ഉറപ്പിക്കുന്നുണ്ടോ അർജുൻ? സുജിയ, ഏറ്റവും പ്രധാനമായത് ഈ പ്രകൃതി എന്തിനാണ് ഇത്രയും വലിയ ഒരു ക്രൂരത നമ്മളോടെല്ലാം ചെയ്യുന്നത് എന്ന ചോദ്യമാണ് എല്ലാവരും. അതായത് ഈ ദൗത്യത്തിൽ കനത്ത മഴയാണ് അവിടെ. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നു, കാറ്റടിക്കുന്നു. അങ്ങനെ കാലാവസ്ഥ ഒരു ശക്തമായ പ്രതിസന്ധി അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നത് വേണം നമ്മൾ ഇപ്പോൾ കാണാൻ. ഗംഗാവലി പുഴ ആർത്തലച്ചൊഴുകുകയാണ്. അതിലേക്ക് ഡൈവിംഗ് ടീമിന് ഇറങ്ങി താഴേക്ക് എത്താൻ കഴിയുന്ന ഒരു സാധ്യതയും ഇപ്പോഴില്ല. ഇപ്പോൾ ആ പ്രദേശത്ത് മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി ഈ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയൊക്കെ അവിടെ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ കഴിഞ്ഞ ദിവസം തന്നെ ദില്ലിയിലേക്ക് മടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടും അദ്ദേഹം പങ്കുവച്ചു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പരിശോധന അവിടെ നടക്കുന്നത്. മനുഷ്യ സാന്നിധ്യമില്ല. നദിക്കടിയിൽ കിടക്കുന്ന വസ്തുക്കളിൽ, അതായത് ട്രക്കടക്കമുള്ള ഭാഗങ്ങളിൽ മനുഷ്യ സാന്നിധ്യമില്ല എന്നതാണ് ഇന്നലെ 80% ആക്യുറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയത്. പലയിടങ്ങളിലും പരിശോധന തുടരുന്നത്. അർജുൻ എവിടെയാണ്? ഒപ്പം ലോകേഷിനെയും ജഗന്നാഥിനെയും കണ്ടെത്തണം. 3 പേരെയാണ് ഈ മണ്ണിടിച്ചിലിൽ കാണാതായതിൽ ഇനി കണ്ടെത്താനായിട്ടുള്ളത്. ഈ 3 പേർക്കുമായുള്ള പരിശോധനയാണ് അവിടെ തുടരുന്നത് എന്നാണ് സതീഷ് കുമാർ സെയിൽ വ്യക്തമാക്കിയത്. 2 നോട്ട് അടിയൊഴുക്കാണ് പുഴയുടെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങുന്നതിനായുള്ള, ഡൈവിങ്ങിനായുള്ള അനുകൂല സാഹചര്യം.